ഓണം എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരുടെയും മനസ്സിൽ, നമ്മുടെ എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ ആണെങ്കിലും മുതിർന്നവരുടെ ആണെങ്കിലും എല്ലാവരുടെയും മനസ്സിൽ ആദ്യം വരുന്നത് പായസത്തെക്കുറിച്ചാണ്. നല്ലൊരു സദ്യയൊക്കെ കഴിച്ച് അതിനുശേഷം പായസമൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കുന്ന ഇരിപ്പ്, അതൊരു സുഖം തന്നെയാണ്. നമുക്കൊരു പായസം വെച്ചാലോ? ഇപ്പോൾ ഞാൻ ഇന്നിവിടെ ഒരു വ്യത്യസ്തമായ പായസമാണ്. ചിലപ്പോൾ ചിലർ ഉണ്ടാക്കിയിട്ടുണ്ടാവും, എനിക്കറിയില്ല. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ്, എൻ്റെ ഒരു പരീക്ഷണമാണ്. നമ്മൾ ചക്കക്കുരു നല്ല ടേസ്റ്റാണ് കഴിക്കുക, പക്ഷേ ചക്കക്കുരു കൊണ്ടൊരു പായസം ഉണ്ടാക്കിയാൽ അതിനേക്കാൾ ടേസ്റ്റ് ആയിരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. ഉണ്ടാക്കി നോക്കാം. ആദ്യം നമുക്ക് കുറച്ച് നെയ്യ് ഉരുളി ചൂടായി കിടക്കുകയാണ്, അതിലേക്ക് ഒഴിക്കാം. 3 സ്പൂൺ നെയ്യ് ഒഴിക്കാം. അതിലേക്ക് നമ്മൾ ചക്കക്കുരു ഇവിടെ വേവിച്ച് ഒന്ന് മിക്സിയിലിട്ട് ഉടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ചക്കക്കുരു നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 5 സ്പൂൺ ചക്കക്കുരു ഇടാം. ഇനി നമ്മൾ ആ ചക്കക്കുരു നെയ്യിൽ ഒന്നിങ്ങനെ മിക്സ് ചെയ്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് എല്ലാം മിക്സായാൽ മതി. നെയ്യും ചക്കക്കുരുവും ഒന്ന് മിക്സായി കഴിയുമ്പോൾ കുറച്ച് ശർക്കര നമ്മൾ അരിച്ച് വെച്ചിട്ടുണ്ട്, ഉരുക്കി അരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ശർക്കരയും നെയ്യും ചക്കക്കുരുവും കൂടെ വരട്ടണം. നന്നായി വരട്ടിയതിന് ശേഷം നമ്മൾക്ക് 2ാം പാൽ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്, തേങ്ങാപ്പാൽ. ഇപ്പോൾ സെക്കൻഡ് പാൽ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇതിപ്പോൾ ഇത് ഏകദേശം വരണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആ 1ാം പാൽ ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് ഒഴിച്ചാൽ മതി. നല്ല സ്മെല്ലായിരിക്കും ഈ പാൽ, തേങ്ങാപ്പാലും നെയ്യും ശർക്കരയും പിന്നെ നമ്മൾ ചക്കക്കുരുവും ഒക്കെ കൂടി ചേരുമ്പോൾ ഒരു പ്രത്യേക രുചി ഉണ്ടാവും, സ്മെല്ലും ഉണ്ടാവും. അപ്പോൾ അതിനകത്ത് കുറച്ച് ഏലക്ക പൊടി ഇട്ട് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതിങ്ങനെ വറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു പാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് നമ്മൾ കശുവണ്ടിയും കിസ്മിസും ഇതിനകത്ത് ഒപ്പിച്ചെടുക്കാം. എന്നിട്ട് അതൊന്ന് ഇട്ട് കഴിയുമ്പോൾ പായസത്തിൻ്റെ പണി ഫിനിഷ്. നമ്മൾ പായസം ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ചക്കക്കുരു പായസം റെഡി.